നമസ്കാരം. കേരളത്തിന്റെ കൂട്ടം വിക്കിത്തക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യാം. അതേ സമയം കളയുന്നില്ല, ഞാൻ അവനെ വെൽക്കം ചെയ്യുന്നു. മാരാ രഹിൽ. അതെ, മലയാള ബിഗ് ബോസ് വേദിയിലൂടെ മലയാളികളുടെ മനസ്സിനെ ഒന്നടങ്കം പിടിച്ചെടുത്ത തന്റേതായ കഴിവിലൂടെയും തന്റേതായ വാക്കിലെ മൂർച്ചയിലൂടെയും കാര്യങ്ങൾ മനുഷ്യന്മാരിലേക്ക് എത്തിക്കുന്ന അഖിൽ മാരാർ. അതെ, മുണ്ടും മടക്കി കുത്തി നെഞ്ചും വിരിച്ച് ആളുകളുടെ ഇടയിലൂടെ ഒരു ചെറു പുഞ്ചിരി നൽകി. അതെ, ചിരി നോക്കൂ, നടപ്പ് നോക്കൂ, മുണ്ടും മടക്കി കുത്തിയിട്ടുള്ള ആ സ്റ്റേജിലേട്ടുള്ള കയറ്റം നോക്കൂ. എന്തൊക്കെ പറഞ്ഞാലും പുള്ളി എനിക്ക് വലിയ കാര്യമാണ്. എനിക്ക് അറിയാം, ഞങ്ങൾ ഒരു പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ചേട്ടാന്നാണ് വിളിക്കാറുള്ളത്, അത് ഇപ്പോഴും വിളിക്കുന്നു. പക്ഷെ എന്താണ് അഖിൽ മാരാറിന് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. തുപ്പലി അറിയുന്നു, സോറി ഗൈസ. നമുക്ക് അഖിൽ മാരാറിന്റെ ആ ഒരു വാർത്തയിലേക്ക് തന്നെ ആദ്യം നമുക്ക് പോവാം. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ രാജ്യത്തിനെതിരായി പ്രസ്താവന നടത്തിയെന്ന കേസിൽ അഖിൽ മാരാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ്. പെഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ രാജ്യത്തിനെതിരായി പ്രസ്താവന നടത്തിയെന്ന കേസിൽ അഖിൽ മാരാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ്. ദേശദ്രോഹം ചുമത്തിയാണ് എഫ്ഐആർ. ബിജെപിയുടെ പരാതിയിലാണ് കൊട്ടാരക്കര പോലീസ് കേസെടുത്തത്. സുജി സുരേന്ദ്രൻ വിവരങ്ങളുമായി ഇപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്നുണ്ട്. സുനി സുരേന്ദ്രൻ കണ്ടി എഫ്ഐആർ നോക്കി വായിക്കാനല്ലേ സുനി സുരേന്ദ്രൻ നിൽക്കുന്നേ? അത് വേണ്ട. നമുക്ക് മാരാർ അദ്ദേഹം പറഞ്ഞ ആ വീഡിയോയിലേക്ക് പോവാം. അദ്ദേഹം ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ വെള്ള ഉടുപ്പിൽ ആ മയിൽപ്പീലികൾ പാറി വിടർന്ന വീഡിയോ ഒരുപാട് ആൾക്കാരുടെ കയ്യിലുണ്ട്. നീ എന്ത് ചെയ്യുന്നുവെന്ന് ഞങ്ങൾ നിരീക്ഷിച്ചതിന് ശേഷം ഞങ്ങൾ ആലോചിച്ചിട്ട് മറുപടി പറയും എന്ന് പറയുകയല്ലേ ഒരു സാമാന്യ ബോധമുള്ള ഏതൊരു ഭരണാധികാരിയും ചെയ്യേണ്ടത്? അതോ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് വിദേശകാര്യ സെക്രട്ടറിയെ വിട്ടിട്ട് ഞങ്ങൾ അത് അംഗീകരിച്ചിരിക്കുന്നു, എന്നിട്ട് ഇതിന് മൂന്നാമതൊരു കക്ഷിയും ഇടപെട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് നിർത്തിയെന്ന് നിങ്ങളത് പറ. ഇന്ത്യ എന്ത് ചെയ്തിട്ടാണ് നിർത്തിയെന്ന് പറ. അതൊന്ന് നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളെ, ഞാൻ ഉൾപ്പെടുന്ന ഈ രാജ്യത്തെ ജനത്തിനോട് പറ. ആരോട് പറയാനാണ്? കൊട്ടാരക്കര ഇരുന്നിട്ട് അളിയാ നീ പറയുന്ന കേസ് നമ്മള് ആരോട് പറയാൻ? ഇന്നലെ വരെയും പാകിസ്ഥാനെ മറിക്കും തൊലിക്കുമെന്ന് പറഞ്ഞ് നടന്ന ഈ പാവം പിടിച്ച ദേശഭക്തരെ എന്ന് പറഞ്ഞ് നടക്കുന്ന സംഖ്യകളോടും നിങ്ങൾ പറ. എന്താണ് ഈ പാകിസ്ഥാൻ പെട്ടെന്ന് വിളിച്ചിട്ട് ഈ വെടിനിർത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയോട് പറയാൻ ഇന്ത്യ ചെയ്ത കാര്യം? ഇന്ത്യ അവനെ ഏത് രീതിയിലാണ് പേടിപ്പിച്ചത്? ഇന്ത്യ ഇവിടുത്തെ ജലം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് നയതന്ത്രപരമായ തീരുമാനം എടുത്തു. അവൻ പേടിച്ചോ? അവൻ പൂട പേടിച്ചു. ഇവിടെ ഒരു പൂടയും പേടിക്കും. ഇന്ത്യ IMF-നോട് പോയി പറഞ്ഞു അവന് 10 പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞു. എവിടെ കൊടുക്കാതിരുന്നോ? പിറ്റേന്ന് കൊടുത്തു 10,000 കോടി രൂപ. വെറുതെ കിടന്ന് ആര് പറഞ്ഞല്ലേ ഇതൊക്കെ? 10,000 കോടി കൊടുത്തെന്ന് ആര് പറഞ്ഞാൽ എന്റെ അടുത്ത്? ഇല്ലാത്ത ഗീർവാണവും ഇല്ലാത്ത അഭിമാനവും പറഞ്ഞിട്ട് നടക്കരുത്. നടക്കരുത് ഈ നിമിഷം. അത് മാത്രമല്ല, ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഇവിടെ പത്രമാധ്യമങ്ങളിൽ ഇരുന്ന് വാനോളം പുകഴ്ത്തുന്ന മറ്റൊരു രസകരമായ കാര്യമാണ്. നമ്മൾ നമ്മുടെ ജെറ്റും കൊണ്ടുപോയിട്ട് ഇസ്ലാമാബാദിൽ അടിച്ചു, നമ്മൾ സാമാനം കൊണ്ടുപോയിട്ട് നമ്മളെ കറാച്ചിയുടെ അടുത്തടിച്ചു, നമ്മൾ സിയാൽകോട്ടിൽ അടിച്ചു, നമ്മൾ മറ്റേടത്തടിച്ചു, മറിച്ചിടത്തടിച്ചു. നമ്മൾ ഇതെല്ലാം പൊക്കിയെടുത്ത് പലയിടത്തും കൊണ്ട് നടന്ന് അടിക്കുമ്പോൾ ആ മലയുടെ മണ്ടക്കിരുന്ന് താപ്പോട്ട് വെടിവെച്ചുകൊണ്ടിരിക്കുന്ന കുറെ ദണ്ഡികളുണ്ടല്ലോ പാകിസ്ഥാന്റെ. അവന്റെ ശല്യം കാരണമാണല്ലോ ഇവിടെ ഇത്രയും ശല്യങ്ങൾ വന്ന് വീണോണ്ടിരിക്കുന്നത്. എടാ, ഒരു സാമാനം കൊണ്ടുപോയി ഈ മണ്ടക്കിരിക്കുന്നവനെ ആദ്യം അടിച്ചിട്ട് നീ പിന്നെ അവന്റെ ഭക്ഷണത്തോട്ട് കയറിച്ചല്ലേ? ഒരു കോമൺ സെൻസ് ഉള്ളവരുത്താണ്. ഇതിന് ഇനി ഞാൻ പോയിട്ട് ഇനി സൈനിക മേധാവി ആവണമെന്നുണ്ടോ? ഒരു കോമൺ സെൻസ് ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. എന്തേ ആവാഞ്ഞേ? ഒരു സൈനിക മേധാവി ആവണം, ആ രീതിയിലാണ് പറയുന്നത്. എന്തൊരു വർത്തമാനമാ! അവിടെ ഉള്ള ആൾക്കാർ അതിൻ്റെതായ ആയോധന കലകളും അതിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ആർമി ഉദ്യോഗസ്ഥർ നടത്തിയ ഒരു യുദ്ധമാണല്ലോ ഈ ഇവിടെ സംഭവിച്ചത്. ആ യുദ്ധത്തിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞത് കുറച്ചുകൂടി പോയില്ലേ മാരാർ? അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ഇപ്പൊ ഞാൻ കൊട്ടാരക്കരയിൽ ഇരിക്കുന്ന ഞാൻ കൊല്ലം പട്ടണത്തിലും ആലപ്പുഴയിലും പോയി അടിക്കാതെ കൊട്ടാരക്കരയുടെ തൊട്ടപ്പുറത്ത് എഴുകോണിന്ന് വരുന്ന ആദ്യ തടിയല്ലേ നമ്മൾ അടിക്കണ്ടേ എന്ന് പറയുന്നതാണ്. കൊട്ടാരക്കരയിൽ 7 കോണിൽ അടിക്കുന്ന അടിയാണോ പാകിസ്ഥാന്റെ ബോർഡറിൽ ഇന്ത്യയിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന അടി? ബീർ ബോട്ടിൽ എടുത്ത് വെച്ചിട്ട് അടിക്കുന്ന അടിയാണോ? ഇല്ല പണ്ടാരം എടുത്ത് വെച്ചിട്ട് ചൊലത്തുന്ന പോക്ക്? പീരങ്കിയാണ് പീരങ്കി. പറ. ഇന്ത്യയുടെ തൊട്ടുമുകളിൽ നിന്നുകൊണ്ട് അവൻ നിരന്തരം നമ്മളെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം അവനെ അടിച്ചില്ലാതാക്കിയിട്ട് സൈന്യത്തിനോട് പറ നമ്മൾ അവിടെ നിൽക്കാൻ പറ. സൈന്യത്തിനോട് പറയണം. എങ്ങനെ പറയണം? നമ്മൾ സൈന്യമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടോ? താങ്കളും സൈന്യമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടോ? സൈന്യത്തിലുള്ളവർക്ക് വിവരം പൊക്കണമുള്ളതുകൊണ്ടാണല്ലോ അത് സംഭവിച്ചത്.
എന്നിട്ട് അവരതെല്ലാം നിർത്തിയിട്ട് അവരവരുടെ പരിപാടി കഴിഞ്ഞപ്പോ പോയില്ല. ഇപ്പൊ എന്താ ഇവിടെ പ്രശ്നം? അവിടെ കയറി ഇവൻ എന്തോ ചെയ്യുമെന്നാണ്, ഈ പാകിസ്ഥാൻ നമ്മൾ എന്തോ ചെയ്യുമെന്നായിരുന്നു. പാകിസ്ഥാൻ ചെയ്തതിന്റെ വലിയ ഇവിടുന്ന് ഇപ്പൊ അങ്ങോട്ട് പോയി വിട്ടത്. പാകിസ്ഥാനല്ലേ 27 പേരെ കൊന്നത്. നമ്മൾ ആരെയാണ് ഭയപ്പെട്ടത്? പാകിസ്ഥാനാണോ നമ്മൾ ഭയപ്പെട്ടത്? പിന്നെ നമ്മൾ പോയി ജപ്പാനെ ഭയപ്പെടണോ? നമ്മൾ എവിടെ പോയി ഭയപ്പെടണം? പാകിസ്ഥാനെ ഭയപ്പെടണ്ടേ? കൂട്ടുകാരനാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുത്ത കാര്യത്തിൽ വൻ പരാജയമായിരുന്നു എന്ന് യാഥാർത്ഥ്യം അംഗീകരിക്കുക. നമ്മളൊരു ധാരണ എത്തിയെന്ന് പറയാം. അതായത് വെടിനിർത്തൽ കരാർ എന്ന് പറഞ്ഞാൽ ഒരു കരാറാണല്ലോ. ആ കരാറിന് ഇന്ത്യയുടെ ഒരു ഡിമാൻഡ് ഉണ്ടായിരിക്കുമല്ലോ. കാര്യം ഡിമാൻഡ് വെക്കാൻ ഏറ്റവും അർഹതയുള്ള രാജ്യം ഇന്ത്യയാണല്ലോ. ഇന്ത്യയുടെ പൗരന്മാരെയാണല്ലോ നമുക്ക് നഷ്ടപ്പെട്ടത്. ഇന്ത്യയുടെ സാധാരണക്കാർക്ക് നേർക്കാണല്ലോ അവൻ വീണ്ടും ആക്രമണം തുനിഞ്ഞത്. ഇത് കുറച്ചും വലിയ അവരെ ഭയക്കേണ്ടെന്ന് പറയുന്നത്. ഇപ്പൊ അവര് ആക്രമണം ഉന്നയിച്ചു, പിന്നെ ഉന്നയിച്ചോണ്ടല്ലേ ഇവിടെ നിന്നൊക്കെ ഉണ്ടായേ. ഇന്ത്യയുടെ മണ്ണിലാണല്ലോ അവൻ കൊണ്ട് മിസൈലും ബോംബും ഒക്കെ ഇട്ടത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരു ഡിമാൻഡ് വെക്കാം. കുറഞ്ഞ പക്ഷം ഈ 27 പാവങ്ങളെ കൊന്ന 4 പേരും പാകിസ്ഥാനിലുണ്ടെന്നുണ്ടെങ്കിൽ അവരെ വിട്ടു കിട്ടിയാൽ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറാം എന്ന് കുറഞ്ഞ പക്ഷം നമുക്ക് പറയാം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ നിമിഷം നമുക്ക് ഇത് അമ്പലപ്പറമ്പിലെ തമ്മിത്തല്ലോ വല്ലോ ആണോ? കമ്മിറ്റി ഓഫീസിൽ പോയിട്ട് ഇരുന്ന് സംസാരിച്ച് ഡീൽ ചെയ്യാൻ വേണ്ടിട്ട് അഖിൽമാരാർ ഒക്കെ ഉൾപ്പെടെ പിടിച്ചെടുത്തതിന് ശേഷം ഇനി ഇന്ത്യയെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ നീയൊക്കെ ഈ ഭൂമുഖത്തുണ്ടാവില്ല എന്ന് ഒരു ഭീഷണി സ്വരത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ നിലവിൽ സാമ്പത്തികമായും ആയുധപരമായും ശേഷിയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. നെക്സ്റ്റ് ഒരാഴ്ച കൊണ്ടോ 10 ദിവസം കൊണ്ടോ പാകിസ്ഥാനെ അടിച്ചു ചുരുട്ടി വെച്ചിരുന്നെങ്കിൽ ആ പാകിസ്ഥാന്റെ ഉള്ളിൽ ഇന്ത്യ കാണിച്ച മറ്റൊരു ഏറ്റവും വലിയ ചതിയാണ് ബലൂചിസ്ഥാനിലെ പാവങ്ങളോട്. ഈ ഇന്ത്യ ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായി ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജുകളെ കൊണ്ട് പാകിസ്ഥാനെ പാവം പിടിച്ച ബലൂചിസ്ഥാനെ അവരെ കണ്ടിട്ടുണ്ടോ? പാവങ്ങളാ, സാധുക്കളാ, കുഞ്ഞോമനകളാ. ആ പാവങ്ങളെ ഇവന്മാര് നാളെ ചുരുട്ടും. ഇന്ത്യയുടെ ഈ ഭരണാധികാരികൾ കാണിച്ച ഏറ്റവും വലിയ തമ്മാടിത്തരം ഇന്ത്യൻ പാവങ്ങൾ, സാധുക്കളെ ജനതയോടല്ല, സത്യത്തിൽ ബലൂചിസ്ഥാനിലെ ജനതയോടെയാണ്. അവൻ പോയി പാകിസ്ഥാന്റെ കൊടിയും അഴിച്ച് അവന്റെ കൊടിയും വെച്ച് കെട്ടി ഇന്ത്യയിൽ ഒരു എംബസി തുറക്കാൻ വേണ്ടിയിട്ട് താണ്ട ഈ നിമിഷം വരാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്ന പാവം പിടിച്ച ബലൂചിസ്ഥാനികളോട് ഇന്ത്യ കാണിച്ച ഏറ്റവും പാവം പിടിച്ച സാധാരണക്കാരായ ചതിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് വലിഞ്ഞു കളഞ്ഞത്. അമേരിക്ക പറയുന്നതും കേട്ട് വലിഞ്ഞു കളഞ്ഞത്. ഒരാത്മാഭിമാനവും ഇല്ലാത്ത ഭരണാധികാരിയാണെന്ന് ഇന്ത്യയിൽ ഏതൊരു പൗരനും പറയാൻ പറ്റുന്ന ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. എന്തോ ഒരു പറച്ചിലായി എന്റെ മാരാരെ നിങ്ങൾ പറഞ്ഞേ. ചുമ്മാതാണോ അന്വേഷിച്ചു വരുന്നേ? റോക്കി ബായിയെ പോലെ ഇതുവരെ ആരും അന്വേഷിച്ചില്ല. ഇങ്ങനെ ആരൊക്കെയാ വരുന്നേ? പാവം ബലൂചിസ്ഥാൻ. പ്രിയമുള്ളവരെ നമസ്കാരം. ഇത് സംഭവം മറ്റേ വീഡിയോ ഒക്കെ ഇട്ടതിന് ശേഷം വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് ഏറെ ചെറുതായിട്ട് തുടങ്ങിയതിന് ശേഷം പുതിയ 2 കേസിനെ കുറിച്ച് പുള്ളിക്ക് അറിവ് കിട്ടിയതിന് ശേഷം ഏകദേശം വാഹനത്തിൽ നിന്നിട്ട വീഡിയോ ആണ്. ദിവസമായിട്ട് എന്നെ രാജ്യദ്രോഹിയാക്കാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന യൂട്യൂബർമാരോടും ജനൻ ടിവിയോടും കൊട്ടാരക്കര BJP മണ്ഡലം കമ്മിറ്റിയോടും ആമുഖമായി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ മറുപടി വളരെ വ്യക്തവും സ്ഫുടവും ആയി തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിനു മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ യൂട്യൂബർമാര് നിങ്ങളെ രാജ്യദ്രോഹിയാക്കാൻ അതിനകത്ത് എന്നെ പെടുത്തണ്ട. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. നിങ്ങളുടെ നാക്കിയെന്നൊരു ഏതോ ഗുളിക നിന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞുപോയി. നിങ്ങള് നാളെ എന്റെ ഭാവിയുടെ MLA ഈ ഒരു കേസും പറഞ്ഞ് അകത്ത് പോയാൽ നാളെ ആരാ നാളെ MLA കൺഫേം സപ്പോർട്ട് ചെയ്ത് ഒരു ഉറപ്പായിട്ടും കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യും. ഇതുമായിട്ടൊന്ന് അകത്ത് 14 ദിവസം നിങ്ങൾ പോയാൽ പിന്നെ മറ്റേനാൾ പോലും നിങ്ങൾ MLA പോയിട്ട് വാ. പക്ഷേ ഞാൻ ഒരിക്കലും നിങ്ങളെ ഒരു രാജ്യദ്രോഹിയായി കാണത്തില്ല. നിങ്ങളുടെ വായിൽ അറിയാതെ വന്നു പോയ ആ ഒരു വാക്കുകൾ എന്താണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാം. നിങ്ങൾ നല്ല ശക്തനായ ഒരു സമർത്ഥനായ ബുദ്ധിമാനായ നല്ല മനസ്സിന് ഉടമയായിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി. അബദ്ധം പറ്റി അങ്ങനെയാണ്. നമുക്ക് അബദ്ധം പറ്റിയപ്പം നിങ്ങൾ വീഡിയോ ചെയ്തിട്ടില്ലേ? ഞാൻ ജയിലിൽ കയറിയപ്പോൾ എനിക്കെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം. പക്ഷേ ഇദ്ദേഹം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ പേഴ്സണലി ഇദ്ദേഹത്തിന് ഭയങ്കര കാര്യമാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കാര്യമാണ്. പക്ഷെ പറ്റിപ്പോയി.
പറ്റിപ്പോയത് ക്ഷമിക്കുക എന്നുള്ളതേ ഉള്ളൂ. 10.2 മിനിറ്റ്. ഉയ്യോ, ഒത്തിരി പൈസ തരല്ലേ, ഒത്തിരി പൈസ. ഒരു പാട്ടൂടെ കേട്ട് നമുക്ക് നിർത്താം. പപ്പറ പറയൂ, എനിക്ക് കൂടുതലൊന്നും പറയാനുള്ള കാര്യം. നമസ്കാരം.